തിരുവിഷ്ണ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 6 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. സംഖ്യാപുസ്തകം 22 അധ്യായം 20 മുതൽ 35 വരെയും, യെശയ്യാ പ്രവചനം 43 അധ്യായം 25 മുതൽ 44 അധ്യായം 5 വരെയും, കൊളോസ്യർ 4 അധ്യായം 2 മുതൽ 6 വരെയും, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1 അധ്യായം 26 മുതൽ 38 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധേറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. മംഗളവാർത്തക്കാലത്തിലൂടെ നാം കടന്നു പോകുന്നു. ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുമെന്നതിനേക്കാൾ വലിയൊരു വാർത്ത ലോകത്തിന് ലഭിക്കാനില്ല. ദൈവം രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കുന്ന വിവരം മറിയത്തോട് പറയുകയാണ്, മറിയത്തിലൂടെ ലോകത്തോട് പറയാം. ഭൗമികമായ നശ്വരതയിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി അനശ്വരനായ ദൈവം നശ്വരന്റെ രൂപത്തിലേക്ക് വരുന്നു. യേശുക്രിസ്തുവിൽ മറിയത്തിൽ അവിടെ നിന്ന് വന്ന് പിറക്കുന്നു. മറിയത്തോട് ദൈവം ഗബ്രിയേൽ ദൂതൻ വഴി അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് അഭിപ്രായം ചോദിക്കുന്നത്? മറിയത്തിന്റെ പ്രാധാന്യം അത് തന്നെയാണ്. ദൈവം ഒരു ദാനം നൽകാനായി തീരുമാനിക്കുന്നു, തന്റെ പുത്രനെ ദാനമായി നൽകാൻ തീരുമാനിക്കുന്നു. ഓരോ ദാനവും ദാതാവ് ഉണ്ടെങ്കിൽ മാത്രം നടക്കാവുന്ന പ്രവൃത്തിയല്ല, സ്വീകർത്താവും വേണം. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അന്ന് ലോകം ഒരുക്കമായിരുന്നു? അല്ല. ഇന്നോ വിശ്വാസികളായ നാം തന്നെയും ഒരുക്കത്തിലാണോ? ഏറ്റവും എളുപ്പത്തിൽ ഇത്ര ഓർത്താൽ മതി. ഇന്ന് രാത്രി കർത്താവ് വ്യക്തിപരമായി നിങ്ങളെ കാണാൻ വരും എന്ന് വിചാരിക്കുക. നമ്മളെന്ത് പറയും? കർത്താവ് 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നാൽ മതി. വരുന്നത് വിളിക്കാനാണല്ലോ, ദർശനമല്ല ഉദ്ദേശിച്ചത്. ദൈവത്തിൻ്റെ സന്ദർശനം തിരികെ കൊണ്ടുപോകാനാണ്. അപ്പോൾ ദൈവം വരുമെന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും ദൈവത്തെ വേണ്ട. അപ്പം നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യം, നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നു. യാത്രയ്ക്ക് പോകുമ്പോൾ വഴി ഭയങ്കര പൈശാചിക ഉപദ്രവം ഉണ്ടെന്നൊക്കെയുള്ള വഴിയാണ്. നമ്മൾ കർത്താവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ കർത്താവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പണപ്പെട്ടി കിട്ടിയെന്നിരിക്കട്ടെ. ഇപ്പോൾ കർത്താവ് കൂടെയുള്ളത് ഉപകാരപ്പെടുമോ? ഇപ്പോൾ കർത്താവ് കൂടെയുള്ളത് ഉപകാരപ്പെടില്ല. കാരണം അതെടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മുടെ കൂടെ ആയിരിക്കാൻ അന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിനാണെങ്കിൽ ദാനം തന്നേ തീരൂ. മനുഷ്യരക്ഷ ആവശ്യമാണ്, സമയത്തിന് പൂർത്തിയായി, മനുഷ്യകുലത്തെ രക്ഷിക്കണം. അവിടെ മറിയം സകല ജനത്തിനും വേണ്ടി ദൈവത്തെ കൈനീട്ടി വാങ്ങുന്നവളായിട്ട് നിൽക്കുന്നു. അതാണ് മറിയത്തിന് അന്നും ഇന്നുമുള്ള പ്രാധാന്യം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ മംഗളവാർത്ത, മറിയത്തോട് പറയുന്ന മംഗളവാർത്ത എങ്ങനെ സംഭവിക്കുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിനു മുൻപ് ഒരിക്കലും ഒരു മനുഷ്യ സ്ത്രീയും പുരുഷസ്പർശമേൽക്കാതെ ഗർഭിണിയായിട്ടില്ല. എന്നാൽ മറിയം പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാകുന്നു. അത് യെശയ്യാ പ്രവചനം 7:14 മുതലുള്ള തിരുവചനങ്ങളാണെന്ന് ദൂതൻ അവളോട് പറയുന്നുണ്ട്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഈ പ്രവൃത്തിയിൽ മറിയം വിശ്വസിക്കുന്നു. മംഗളവാർത്ത സ്വീകരിക്കുന്നവരോട് കൂടെയാണ്. ആ വാർത്ത മംഗളകരമായിട്ട് അനുഭവപ്പെടുന്നത് സ്വീകരിക്കുന്നവരുടെ കൂടെയാണ്. മറിയം അതിൽ ആഹ്ലാദിക്കുന്നുണ്ട്. എലിസബത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞ് തനിക്ക് സംഭവിച്ച ഈ നന്മയെക്കുറിച്ച് ദൈവത്തെ സ്തുതിച്ച് അവൾ പാടുന്നുണ്ട്. കാരണം അവൾ മംഗളവാർത്ത സ്വീകരിച്ചു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പറയുന്ന വാക്കുകളെ സ്വീകരിക്കാൻ കഴിയുമെങ്കിലാണ് മംഗളവാർത്ത. ദൈവം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. രോഗങ്ങളിലൂടെ ആയിരിക്കാം, തകർച്ചയിലൂടെ ആയിരിക്കാം, കഷ്ടതയിലൂടെ ആയിരിക്കാം, നന്മയിലൂടെ ആയിരിക്കാം, ഭൗമികമായ നേട്ടത്തിലൂടെ ആയിരിക്കാം, വീഴ്ചയിലൂടെ ആയിരിക്കാം. ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. മംഗളവാർത്തയായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവം പറയുന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് മാറുന്നത്. നമുക്ക് കിട്ടുന്ന ദൈവവചനങ്ങൾ മംഗളവാർത്തയാകുന്നത്. നമ്മളെപ്പോഴും ടെക്സ്റ്റിൽ നിന്നുള്ള വചനങ്ങൾ ഉദ്ദേശിക്കുകയാണ്. കർത്താവ് എന്നോട് എന്ത് പറയുന്നു? വഴിയരികിൽ ഒരാൾ മുറിവേറ്റ് കിടക്കുന്നു. കർത്താവ് എന്നോട് എന്ത് പറയുന്നു? ബൈബിളിൽ പോയി തപ്പി നോക്കുകയല്ല. കർത്താവ് എന്തായിരിക്കും പറയുക? മുറിവേറ്റവൻ എടുക്കാനാണ്. അപ്പോൾ തന്നെ നമ്മൾ പറയും, എടുക്കണ്ട, വയ്യാവേലിയാണ്. അവിടെ വയ്യാവേലിയാണെന്ന് വാക്ക് മാറ്റി വെച്ചിട്ട് കർത്താവ് പറയുന്ന പ്രവൃത്തിക്ക് മുൻതൂക്കം കൊടുക്കുമ്പോഴാണ് ജീവിതം ദൈവത്താൽ നയിക്കപ്പെടുന്നതായിട്ട് മാറുക. ദൈവം പറഞ്ഞ വാക്കുകളെ വീണ്ടും വണ്ണം കേൾക്കാതെ പോയ ഒരാളെക്കുറിച്ചാണ് സംഖ്യാപുസ്തകം പറയുക. ബാലാം പ്രവാചകനെ കാണാൻ ആൾ വരുന്നു. ബാലക് രാജാവ് പറഞ്ഞു വിട്ടേക്കാണ്. കുറച്ച് ആളുകളെ ശപിക്കാനുണ്ട്, ഇസ്രായേൽക്കാരെ ശപിക്കാനാണ്. പറ്റമായി വളർന്നു വരുന്ന ഈ ജനം തങ്ങളെ നശിപ്പിക്കുമെന്ന് ഭയന്നിട്ട് അവരെ ശപിക്കാനായി വിളിപ്പിക്കുകയാണ്. പ്രവാചകൻ ആദ്യം ദൈവത്തോട് ചോദിച്ചു, ഞാൻ പോട്ടെ? ദൈവം പറഞ്ഞു പോകണ്ട. വീണ്ടും ചോദിച്ചു, ദൈവമേ ഞാൻ പോട്ടെ, അവർ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പിന്നെ ഓഫറുകൾ കൂട്ടിക്കൊണ്ടിരിക്കാം. അത് തരാമെന്ന് പറഞ്ഞിട്ടിരിക്കുക. കേൾക്കുമ്പോൾ പിന്നെയും ചോദിച്ചു, പറഞ്ഞു പോകണ്ട. 3ാമത് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ പോയ ബാലാമിനോട്
വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കഴുത സംസാരിക്കുന്നു. കാര്യം മനസ്സിലായില്ലേ? ദൈവം പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കണം. സംസാരിക്കുന്ന ദൈവമാണ് തിരിച്ചറിയണം. അല്ലെങ്കിൽ ഈ കഴുത പോലും നമുക്കെതിരെ വർത്തമാനം പറയും. വഴിയരികിൽ വെച്ച് പലപ്പോഴായിട്ട് ഈ കഴുത പ്രവാചകനെ കൊണ്ടുപോയി വേലിക്കെട്ടുകളിൽ ഇടിക്കുന്നുണ്ട്. കാരണം ദൂതൻ വഴി നിൽക്കുകയാണ്. അത് കഴുതയ്ക്ക് കാണാം. കഴുതയ്ക്ക് കാണാൻ കണ്ണുള്ള കാര്യം കാണാൻ പോലും കഴിയാത്ത വിധം അന്ധമായി പോകുന്ന ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെയാകുമ്പോൾ ബാലാം പ്രവാചകൻ. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കണം. ജീവിത വഴിയിൽ കർത്താവെന്ത് പറയുന്നു? പണം സമ്പാദിക്കാൻ ആഗ്രഹം, രണ്ടാമത്തെ വീട് മേടിക്കാൻ ആഗ്രഹം. യഥാർത്ഥത്തിൽ നാം ആലോചിക്കേണ്ടത് കർത്താവ് പറഞ്ഞതാണോ? കർത്താവിൻ്റെ ഇഷ്ടമാണോ? കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിയാനായിട്ട് നമുക്ക് പറ്റണം. മറിയം അങ്ങനെ ഇഷ്ടത്തിലേക്ക് തിരിയുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ നമുക്ക് പറയാൻ കഴിയുന്നു. അത് ദൈവത്തെ പ്രതി സ്വയം ഉപേക്ഷിച്ചതുകൊണ്ടാണ്. ജീവിതം ഉപേക്ഷയില്ലാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രവിക്കാൻ സാധ്യമല്ല. ഏശയ്യാ പ്രവചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്കാദ്യം കേട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നാശങ്ങൾക്ക് വിട്ടുകൊടുത്തു. യാക്കോബെങ്കിലും ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പാണ് ക്രിസ്തുവിൽ നിറവേറിയത്. ആനുകാലിക ലോകത്ത് നാം അനുഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ കരങ്ങളുടെ സംരക്ഷണമാണ്. അവൻ നമുക്ക് വേണ്ടി പകരമായി മാറി. അവൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് പാപത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു. നമ്മൾ പാപത്തിന് അടിമകളല്ല, നമ്മൾ ലോകത്തിന് അടിമകളല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വചനം എന്ന് പറയണം. മംഗളവാർത്ത ജീവിതത്തെ അനുഭവമാകാൻ എന്ത് ചെയ്യണം? കൊളോസ്യർ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. കൃതജ്ഞതാനിർഭരരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കൃതജ്ഞതയോടെ, നന്ദിയോടെ കർത്താവിനെ വീണ്ടെടുത്തു എന്ന കാര്യം ഓർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം ഉചിതമായി പ്രഘോഷിക്കപ്പെടാൻ, ശക്തി പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം. എല്ലാവരോടും ഉചിതമായ രീതിയിൽ പെരുമാറണം. മറ്റുള്ളവരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അപ്രകാരമായി തീരുമ്പോൾ ആനുകാലിക ലോകത്ത് മംഗളവാർത്തയുടെ പ്രഘോഷകരായി ഞാൻ നിങ്ങൾ മാറും. ഈ ലോകം ക്രിസ്തുവിനെ അറിയാൻ ഞാൻ നിങ്ങൾ കാരണമായിട്ട് മാറണം. ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നതാണ് മംഗളവാർത്ത കേൾക്കാനും മംഗളവാർത്തയായി മാറാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.